അമേരിക്കയിലെ എഴ്സോണയിൽ കൊളറാഡോ നദി നീണ്ട 70 മില്യൺ വർഷങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത കുത്തനെയുള്ള ഒരു മലയിടുക്കാണ് ഗ്രാൻഡ് കാനിയൻ. 446 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വരെ വീതിയും 7260 അടി ആഴവുമുള്ള 7 ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് കാനിയൻ. സമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന ഈ കൂറ്റൻ മലയിടുക്കുകൾ കാണുവാൻ പ്രതിവർഷം ഏകദേശം 5 മില്യൺ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. മാന്ത്രികവും നിഗൂഢവും മനോഹരവും അതേസമയം ഭീതിപ്പെടുത്തുന്നതുമായ സ്ഥലം. സൗന്ദര്യത്തിനും വിസ്മയിപ്പിക്കുന്ന വലുപ്പത്തിനും പേരുകെട്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള കിഴുക്കാന്തൂക്കായി കിടക്കുന്ന ഈ വിസ്മയ ലോകം കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള 3 ജില്ലകളെക്കാളും വലിപ്പമുണ്ട്. ലോകത്തിലെ ഒരു ഫോട്ടോഗ്രാഫുകൾക്കോ വീഡിയോകൾക്കോ വിവരണങ്ങൾക്കോ ഒരിക്കലും ഈ ഭീകരമായ മലയിടുക്കിൻ്റെ കാലാതീതമായ സൗന്ദര്യത്തെ പൂർണ്ണമായി വിവരിക്കാനാവില്ല. ഇതിൻ്റെ ഭയങ്കരത്വം ഇവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ അറിയുവാൻ കഴിയൂ. മുകളിൽ നിന്നും താഴെയുള്ള വിശാലമായ മലയിടുക്കിലേക്ക് നോക്കിക്കൊണ്ട് ഒരിക്കലും അതിൻ്റെ ഭയങ്കരത്വവും താഴേക്കുള്ള ദൂരവും മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്വന്തം കഴിവിനെ അമിതമായി വിലയിരുത്തി ഗ്രാൻഡ് കാനിയൻ്റെ അടിത്തട്ടിൽ, അതായത് 7260 അടി അഗാധതയിൽ ഇറങ്ങിയവരും മാത്രമല്ല ഇതിൻ്റെ വലിപ്പം കുറച്ച് കണ്ട് ഇതിലേക്ക് ഇറങ്ങിയവരും ആരും പിന്നെ ഒരിക്കലും തിരിച്ചു കയറി വന്നിട്ടില്ല. ഇതിലേക്ക് ശ്രദ്ധാപൂർവം ഇറങ്ങിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വിഷപ്പാമ്പുകളും മലകളിൽ വസിക്കുന്ന സിംഹങ്ങളും അഗാധമായ കൊക്കുകളും ആണ്. Headache, nausea and vomiting. Occasionally a hiker pays the ultimate price, death. ലോകത്തിലേക്കും ഏറ്റവും അപകടം പിടിച്ച മേഖല ആയതിനാൽ 7260 അടി കൊക്കയിലേക്ക് ഇറങ്ങുന്നവർ മരണം പ്രതീക്ഷിക്കാം എന്ന് മുകളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സ്വന്തമായി കാലാവസ്ഥ സൃഷ്ടിക്കുന്ന സ്ഥലമായതിനാൽ ഇതിൻ്റെ അഗാധതയിലെ പെട്ടെന്നുള്ള കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ ഇവ കാരണം നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കാൽ തന്നെ കൊക്കയിലേക്ക് പതിച്ചും വെള്ളം കിട്ടാതെയും അമിതമായ ചൂടേറ്റും ശ്വാസം കിട്ടാതെയും ഹൃദയസ്തംഭനം വന്നും പാറകൾ തലയിൽ വീണും അങ്ങനെ അനേകർ മരിച്ചിട്ടുള്ള ഗ്രാൻഡ് കാനിയനിൽ ഒരു മലയാളിയും ഇറങ്ങാൻ തുനിയില്ല. പക്ഷേ വ്യത്യസ്തമായ ഈ വീഡിയോയിൽ വമ്പം പാറക്കെട്ടുകളും കുത്തനെയുള്ള താഴ്വരകളും ഭീതിപ്പെടുത്തുന്ന കൊക്കകളും കടന്ന് 5 മലയാളികൾ 20 മണിക്കൂർ കൊണ്ട് 7260 അടി താഴ്ചയിൽ ഒഴുകുന്ന കൊളറാഡോ നദി വരെ പോയി കയറി വന്ന അനുഭവങ്ങൾ തുടർന്ന് കാണുക. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? തണ്ണിമത്തം കഴിക്കുകയാണ്. ഇനിയുള്ള വഴിയാണ് റിസ്കി. അങ്ങനെ ഞങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഹൈക്കിങ്ങിൻ്റെ ദിവസം വന്നിട്ടുണ്ട്. വില്യംസിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരെയാണ് ഗ്രാൻഡ് കാനിയൻ നാഷണൽ പാർക്ക്. അവിടുന്ന് ഞങ്ങൾ രാവിലെ ഒരു 4 മണി, വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്ക് തിരിച്ചു ഇവിടെ എത്തി. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും നമുക്ക് 20 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്യണം സൗത്ത് ഖായ്ബാബ് എന്ന ട്രെയിനിലേക്ക്. പല ട്രെയിലുകളുണ്ട്. ഞങ്ങൾ സൗത്ത് ഖായ്ബാബ് ട്രെയിനിൽ കൂടെ പോയിട്ട് ബ്രൈറ്റ് ഏഞ്ചൽ ട്രെയിനിൽ കൂടെ തിരിച്ചു വരാനാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. ഓക്കെ, ആർ യു റെഡി ടു ഹൈക്ക്? യാ ഗൈസ്, നമ്മൾ ഗ്രാൻഡ് കാനിയോണിൻ്റെ എന്തൊരു സ്ഥലത്തിൻ്റെ പേരിലായിരുന്നു മറന്നുപോയി. സൗത്ത് ഖായ്ബാബ് നമ്മൾ പോവാണ്. നമ്മുടെ ബസ് ചീറിപ്പാഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ബസ്സിൽ കയറി നമ്മൾ ആ ഹൈക്കിലേക്ക് ഇറങ്ങുന്നു. ഏകദേശം 3, 4, 5 മൈൽ ഹൈക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ബസ് വന്നിരിക്കുന്നു. 3 തരത്തിലുള്ള ഓറഞ്ച് തൊട്ട് ബസ് വന്നിരിക്കുന്നു. കണ്ണെത്താ ദൂരത്ത് 446 കിലോമീറ്റർ ദൂരം വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാസംഭവമാണ് ഗ്രാൻഡ് കാനിയൻ. ഈ ഗ്രാൻഡ് കാനിയൻ നാഷണൽ പാർക്കിൻ്റെ മുകളിൽ ഈ കാനിയൻ്റെ മനോഹരമായ വ്യൂ കാണാൻ വേണ്ടി പല പോയിൻറ്റ്സ് ഉണ്ട്. ഹോപ്പി പോയിൻറ്റ്, യാക്കി പോയിൻറ്റ്, മാത്തർ പോയിൻറ്റ്, യവപ്പായ് പോയിൻറ്റ്, പീമ പോയിൻറ്റ്, അങ്ങനെ പല പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടേക്കെല്ലാം ഇവിടെ ഫ്രീ ബസ് സർവീസാണുള്ളത്. ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 20 മിനിറ്റ് നമ്മൾ കാണാനുള്ള അവസരമുണ്ട്. അതിനുശേഷം അടുത്ത ബസ് വരും. അങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സർവീസാണ് ഇവിടെയുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹൈക്ക് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെ ഞങ്ങൾ ബസ്സിൽ സൗത്ത് ഖായ്ബാബ് ട്രെയിൽ ഹെഡിലോട്ട് പോവുകയാണ്. ഞങ്ങളിന്ന് ഇറങ്ങാൻ പോകുന്ന ട്രെയിലിൻ്റെ പേര് സൗത്ത് ഖായ്ബാബ് ട്രെയിൽ ഹെഡ്. ഞങ്ങൾ സൗത്ത് ഖായ്ബാബ് ട്രെയിൽ ഇറങ്ങാൻ പോവുകയാണ്.
ഇവിടുന്ന് 7200 അടി താഴെയാണ്. മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് കൊളറാഡോ നദി ഇതിൻ്റെ മുകൾക്കാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒഴുക്ക് കുറഞ്ഞ് അവസാനം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള വലിയൊരു പ്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ഗ്രാൻഡ് കാനിയൻ രൂപപ്പെട്ടത്. സാധാരണപ്പെട്ട ഒരു മലയാളി ഇവിടെ ഇറങ്ങാനായിട്ട് റിസ്ക് എടുക്കത്തില്ല, അത്രമാത്രം വലിയ ഗർത്തങ്ങളാണ് ഇതിനകത്ത്. അഗാധമായ കൊക്കയാണ് അവിടെ. വളരെ അപകടം പിടിച്ചൊരു കൊക്കയുടെ സൈഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാലൊന്ന് തെറ്റിയാൽ 7200 അടി താഴ്ചയിലേക്കാണ് നമ്മൾ വീഴുന്നത്. ആ കാണുന്നതാണ് ആദ്യത്തെ സ്റ്റോപ്പിംഗ് പോയിന്റ്. പേര് ഊവ പോയിന്റ് എന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ഹൈക്കിന് ശേഷം ഞങ്ങൾ ഊവ പോയിന്റിലോട്ട് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ 10 ബോട്ടിൽ വെള്ളം വീതം എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 പേർ ചേർന്ന് 50 ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും. ഈ സൗത്ത് ഖൈബാബ് ട്രെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലിൽ വെള്ളമില്ല. താഴെ കൊളറാഡോ റിവറിൽ എത്തുന്നതുവരെ നമുക്ക് വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ല. വെള്ളം കിട്ടാതെ അനേകർ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വെള്ളം എടുത്തിരിക്കുന്നത്. തിരിച്ചു വരുന്ന ബ്രൈറ്റ് ഏഞ്ചൽസ് ട്രെയിലിൽ 3 സ്റ്റേഷനിൽ വെള്ളമുണ്ട്. ഇതാണ് ഊവ പോയിന്റ്. അതിമനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന്. അതുകൊണ്ടാണ് ഊവ പോയിന്റ് ഇട്ടേക്കുന്നത്. 446 കിലോമീറ്റർ നീളമുള്ള ഈ ഗ്രാൻഡ് കാനിയൻ്റെ ഏറ്റവും മനോഹരമായ ചില സ്ഥലങ്ങളിലൊന്നാണ് ഊവ പോയിൻ്റ്. ഇത് എത്രമാത്രം വീഡിയോയും ഫോട്ടോയും കണ്ടാലും ഇതിൻ്റെ ആ സൗന്ദര്യം നേരിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. Hi guys, എങ്ങനെയുണ്ട് ഊവ പോയിന്റ്? ഊവ പോയിന്റ് It's good. ടയർഡ്? It's good. Now, let's keep going. അടിപൊളി. Hi. ശനിയാഴ്ച ദിവസം ആ ഈ സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ പ്ലേസിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളെ സഹായിച്ച ഷിബു ചാച്ചന് 1000 നന്ദികൾ. എങ്ങനെയുണ്ട് ഊവ പോയിന്റ്? ഇഷ്ടപ്പെട്ടോ? വാക്കുകളാൽ പറയാൻ പറ്റില്ല. നേരിട്ട് കണ്ടാലേ ഇത് അറിയത്തുള്ളൂ അല്ലേ? ഇത് എവിടെ ആയിട്ടില്ല. നമ്മളങ്ങനെ ഊവ പോയിന്റ് കഴിഞ്ഞ് താഴോട്ട് പോവുകയാണ്. What is it? Our next point is Cedar Point. Good morning. How was the hike? Good morning. How was the hike? Good, it's very good. You can do it. സന്ദേശ് കോഗ്ര പാർട്ട് 2. നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് സീഡർ പോയിന്റ് എന്ന് പറയുന്നതാണ്. ഇനി ഇവിടുന്ന് 1.5 മൈല് നമുക്ക് താഴേക്ക് ഹൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീഡർ പോയിന്റ് 1.5 മൈൽ താഴെയാണ്. ഇങ്ങനെയുള്ള യാത്രകൾ നമുക്ക് അനേകം ഹൈക്കേഴ്സിനെ കാണാൻ പറ്റും. ചിലർ കൊളറാഡോ നദി വരെ പോകും, ചിലർ പകുതി വരെ പോയിട്ട് തിരിച്ച് കയറി പോകും. Good morning. going down or coming out? Pardon? Going down or Going down. Going down. We're going Okay. down across and then up the other trail. The Bright Angel Trail? Yes. Oh, okay. Good. Good luck. Yeah. Thank you. Thank you. ഇവർ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സെയിം റൂട്ടിൽ കൂടെയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സീഡർ പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ഹൈക്കിംഗ്? Not bad. ടയർഡായോ? ഇല്ല അടിപൊളി. ഓക്കെ. ആഹാ, ഒരാൾ കഴിപ്പം തുടങ്ങിയോ? നമ്മൾ ചിന്തിക്കും ഇറക്കം ഇറങ്ങാൻ വളരെ എളുപ്പമാണെന്ന്. എന്നാൽ 1-2 മണിക്കൂർ ഇറക്കം ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. നമ്മുടെ കാലുകൾ വിറയ്ക്കും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ടയർഡായിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഇറങ്ങി വിശ്രമിച്ചിട്ട് വാ. ഞങ്ങൾ ഊവ പോയിന്റ് കഴിഞ്ഞ് സീഡർ പോയിന്റ് കഴിഞ്ഞ് ഇനി സ്കെൽട്ടൺ പോയിൻ്റാണ്.
സാധാരണ ഹൈക്കിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ സ്കെൽട്ടൺ പോയിന്റ് വരെ പോയിട്ട് തിരിച്ചു വരത്തേ ഉള്ളൂ. കാരണം അതിനുശേഷമുള്ള ഹൈക്ക് ഭയങ്കര പാടാണ്. ഞങ്ങളുടെ അടുത്ത സന്തോഷ് കുളർക്കരയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് കാനിയനിൽ ഞങ്ങൾ അണ്ണാനെ കണ്ടു. അണ്ണാൻ വെള്ളം കുടിക്കുകയാണ്. ദാഹിച്ചു പറഞ്ഞ അണ്ണാൻ ഗ്രാൻഡ് കാനിയനിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഒരു നന്മ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതെന്നറിയാം. കൊടുത്തോ. അമേരിക്കയിലെ മിക്ക അണ്ണാനുകളും ഇങ്ങനെയാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഞങ്ങൾ സീഡർ പോയിന്റ് കഴിഞ്ഞ് സ്കെൽട്ടൺ പോയിന്റിലോട്ടുള്ള വഴിയിലാണ്. ഉണ്ടോ, ഞങ്ങളിവിടെ വിശ്രമിക്കുകയാണ്. എല്ലാവരും വളരെ ടയർഡായിട്ടുണ്ട്. സ്കെൽട്ടൺ പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. ഏതാനും നിമിഷം കൂടി കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും. കാലും നടുവെല്ലാം വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. വലിയൊരു ഗ്രൂപ്പ് ദൂരെ ഹൈക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ ഏകദേശം സ്കെൽട്ടൺ പോയിന്റിനോട് അടുക്കാറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂറത്തെ ഹൈക്കിന് ശേഷം സ്കെൽട്ടൺ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലുകളെല്ലാം വേദനിച്ചു തുടങ്ങി. ഇനിയാണ് ദുർഘടമായ വഴികൾ മുന്നോട്ടുള്ളത്. ഇതാണ് സ്കെൽട്ടൺ പോയിന്റ്. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെ തണ്ണിമത്തം കഴിക്കുകയാണ്. ഇനിയുള്ള വഴിയാണ് റിസ്കി. ജേക്കബ് എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചു വരുമ്പോഴും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ശരിക്കും പ്രകൃതിയിൽ ഒരു അത്ഭുതമാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഗ്രാൻഡ് കാനിയൻ. ആ കാണുന്നൊരു ഹെലികോപ്റ്ററാണ്. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ്. ഈ വെള്ളത്തിനകത്ത് സ്റ്റക്കായ ഒരു മനുഷ്യനെ ഹൈക്ക് ചെയ്യാൻ വന്ന ഒരാൾ വെള്ളത്തിൽ പോയി അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഈ ഹെലികോപ്റ്റർ. അങ്ങനെ വളരെ റിസ്ക് ഉള്ള ഏരിയയാണ് ഈ കാണുന്നത്. $10,000. ഞങ്ങൾ നടക്കുന്ന വഴിയാണ്. തൊട്ട് സൈഡിൽ കൊക്കയാണ്. അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കുവാൻ. നിനക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ വന്ന താഴെ പോയത് മോശമാണ്. അങ്ങോട്ട് നോക്കാം, അവിടെ റിവർ. ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ടയർഡായിപ്പോയി. ഞങ്ങളുടെ കയ്യിലെ വെള്ളമെല്ലാം തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി വെള്ളം താഴെ എത്തുന്നതുവരെ വെള്ളമില്ല. അപ്പം തിരിച്ച് കയറിപ്പോയാലോ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. പക്ഷേ എന്നാൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല എന്ന് ഉറച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും താഴേക്ക് യാത്ര ചെയ്തു. ഇനിയും ഏകദേശം 3 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം കൊളറാഡോ നദിയിലേക്ക്. എവിടെ? ഏറ്റവും അപകടം പിടിച്ച മേഖലയാണ് ഈ അടുത്ത 3 മണിക്കൂർ. ധാരാളം കൊക്കകളുള്ള ഏരിയയാണ്. സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ കൊക്കയ്ക്കകത്ത് വീഴും.
തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നു. Let's go. Let's go. Right? Right? Yeah. Okay. നാളെ നമ്മൾ മറ്റേടത്ത് പോയില്ല. Down there you can see the river. So keep going a little bit, you can see it. ഇതെല്ലാം ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ അതെ, കൊളറാഡോ റിവർ കാണുന്നുണ്ട്. അങ്ങനെ വളരെ നേരത്തെ ഹൈക്കിന് ശേഷം കൊളറാഡോ റിവർ അതാ ഒഴുകുന്ന കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വളരെ അഗാധമായൊരു കൊക്കയാണ്. അനേകർ വീണ് മരിച്ചിട്ടുള്ള ഏരിയയാണിത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ. ഇത് കാണുമ്പോൾ വിചാരിക്കും കൊളറാഡോ റിവർ വളരെ അടുത്താണെന്ന്. എന്നാൽ 3 മണിക്കൂർ ഇനിയും നടന്നാൽ മാത്രമേ റിവറിലെത്താൻ കഴിയത്തുള്ളൂ. ഇനിയുള്ള വഴിയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ കൊക്കകളും പാറക്കെട്ടുകളുമാണ്. അതുകൊണ്ട് എത്രമാത്രം വീഡിയോ അവിടെ എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല അനേകർ വീണ് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്റർ റെസ്ക്യൂ നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കൊളറാഡോ റിവർ കണ്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ വിശ്രമിക്കുകയാണ്. ഹായ് മനു, എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ട്രിപ്പ്? നല്ലതായിരുന്നു. നല്ലവണ്ണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 മൈലോളം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇത്ര ഇറങ്ങുന്ന പ്രതീക്ഷയല്ല. നല്ലായിരുന്നു. താങ്ക് യു. ജേക്കബ്? ഒന്നും പറയാനില്ല. സൂപ്പർ അടിച്ചു പൊളിച്ച്. ജിജോ? അടിപൊളി. ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ്. സൂപ്പർ. ഓക്കെ. ഡെറിൻ എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നേരത്തെ ഹൈക്ക്? ഇനിയിപ്പോൾ തിരിച്ചു കയറുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് എൻ്റെ ഉള്ളൊക്കെ അങ്ങ് പിടയ്ക്കുക. എങ്ങനെ ഇത് വലിഞ്ഞു പിടിച്ച് മേട് വരെ കയറുന്നത്? 3-3.5 മൈൽ ഇല്ല, തിരിച്ച് കയറണ്ടേ? 3.5 അല്ല 4 മൈലോളം നമ്മൾ ഇറങ്ങി. അതെ, ഇനി 2 മൈൽ ഇറങ്ങാൻ കിടക്കുന്നു. 2 മൈൽ ഇറങ്ങാൻ കിടക്കുന്നു. ഏകദേശം ഒരു 5000 അടി താഴേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ 7200 അടിയിലോട്ടാണ് പോകുന്നത്. 7200 അടി പോകുന്നത്. ഇനിയിപ്പോൾ അത് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ എനർജി ബൂസ്റ്റൊക്കെ ആയിട്ട് ഇറങ്ങിക്കുക. ഓരോ മുക്കിനും മൂലയിലും ഇരുന്ന് നമ്മൾ കഴിച്ച് വേണം നമ്മൾ ഇനി മുമ്പോട്ട് പോകാനായിട്ട്. 5 ലിറ്റർ വെള്ളം ഓരോരുത്തർ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മേളോട്ട് കയറുമ്പോൾ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും എന്നുള്ളതിനെ പറ്റി അറിയില്ല. ഓൾറെഡി 3 ലിറ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഏകദേശം 5000 അടി താഴെ എത്തിയിട്ടുണ്ട്. മുകളിലത്തെക്കാട്ടിയും ഏകദേശം 30 ഡിഗ്രി ചൂട് കൂടുതലാണ് താഴെ ഈ ഭാഗത്ത്. അതായത് ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്ര അതിഭയങ്കരമായ ചൂടിലാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഇനിയും അടുത്ത പോയിൻ്റ് ടിപ്പ് ഓഫ് പോയിൻ്റാണ്. ടിപ്പ് ഓഫ് പോയിൻ്റിൽ എത്തുന്നത് വരെ ഇനിയിപ്പോൾ 2 മണിക്കൂർ നടക്കാനുണ്ട്. ആ നടപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർഘടമായ വഴികളാണ്. വമ്പൻ കൊക്കകളും വലിയ പാറക്കെട്ടുകളും നിറഞ്ഞ സ്ഥലത്തൂടെയാണ് നടക്കുന്നതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്യുകയാണ്. ഇനി ടിപ്പ് ഓഫ് പോയിന്റിൽ വെച്ച് കാണാം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അതിഭയങ്കരമായ പാറക്കെട്ടുകളും കൊക്കയും കിടന്ന് ഞങ്ങൾ ടിപ്പ് ഓഫ് പോയിന്റിലോട്ട് എത്തുകയാണ്. അവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം കൊളറാഡോ റിവറിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു വിശ്രമമുറിയാണ്. മണിക്കൂറുകൾ ഇറങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു വിശ്രമമുറി കാണുന്നത്. ഈ ടിപ്പ് ഓഫ് പോയിന്റിൽ വിശ്രമിച്ചിട്ടാണ് ഹൈക്ക് ചെയ്യുന്നവർ പിന്നെയും താഴേക്ക് പോകുന്നത്. ഇനി ഏകദേശം 2 മണിക്കൂർ താഴേക്ക് യാത്ര ചെയ്താൽ കൊളറാഡോ റിവറിലെത്താൻ കഴിയും. ഇനിയുള്ള യാത്രയിൽ ഏറ്റവും ദുർഘടമായ വഴികളും വലിയ കൊക്കയും ഉള്ളതിനാൽ ക്യാമറ പിന്നെ ഓഫ് ചെയ്യുകയാണ്. ഇനി കൊളറാഡോ നദിയിൽ വെച്ച് കാണാം. അങ്ങനെ പിന്നെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കൊളറാഡോ റിവർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ ഇരച്ചിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഗ്രാൻഡ് കാനിയൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന കൊളറാഡോ റിവർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്രാൻഡ് കാനിയൻ്റെ ഏറ്റവും ഉള്ളിലാണ്.
ഇവിടെ ഫാൻറ്റം റാഞ്ച് എന്നൊരു വിശ്രമ കേന്ദ്രമുണ്ട്. മാത്രമല്ല ഒരു ക്യാമ്പ് ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 വർഷം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. അത്ര തിരക്കാണ്. ആ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് ബ്ലാക്ക് ബ്രിഡ്ജ്. 2 ബ്രിഡ്ജാണുള്ളത്. ഒന്ന് ബ്ലാക്ക് ബ്രിഡ്ജും പിന്നെ ബ്രൈറ്റ് ഏഞ്ചൽ ബ്രിഡ്ജും. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ബ്രൈറ്റ് ഏഞ്ചൽ ബ്രിഡ്ജ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. ഞങ്ങൾ ഏകദേശം 6.5 മണിക്കൂർ എടുത്ത് ഇവിടെ വരെ ഇറങ്ങുന്നതിൻ്റെ ഇരട്ടി സമയം വേണം കയറാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏകദേശം 11-12 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുകളിലെത്തുവാൻ കഴിയത്തുള്ളൂ. ഏകദേശം രാത്രി 11-12 മണിയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. അത്രമാത്രം ബുദ്ധിമുട്ടാണ് കയറ്റം കയറുന്നത്. ഈ കൊക്കകളും പാറക്കെട്ടുകളും താണ്ടി ഇനി ഞങ്ങൾ മേളിൽ ചെല്ലണം. ഞങ്ങൾ വന്ന വഴിയിലൂടെ അല്ല ഇനി തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുന്നത്. വന്ന വഴിയിൽ വെള്ളമില്ലാത്തതിനാൽ ബ്രൈറ്റ് ഏഞ്ചൽ ട്രെയിൽ എന്ന ട്രെയിൽ വഴി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ 3 പോയിൻറ്റ്സിൽ വെള്ളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വെള്ളമില്ല എങ്കിൽ നമ്മൾ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞാൽ ചില ചെറിയ അരുവികളുണ്ട്. അരുവിയിൽ നിന്ന് കുടിക്കാമെന്ന് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഇനിയുള്ളൂ. അങ്ങനെ നീണ്ട 12 മണിക്കൂറത്തെ അതിഭീകരമായ മലകയറ്റത്തിന് ശേഷം നടന്നും കിടന്നും ഉരുണ്ടും നിരങ്ങിയും എങ്ങനെയോ ഞങ്ങൾ ഗ്രാൻഡ് കാനിയൻ്റെ വെളിയിൽ വന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത യാത്രയും ഇനി ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതുമായ ഒരു യാത്രയായിരുന്നു. Come on! I'm taking your picture, man. Come on. Did it. എടാ എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ചേരെ. ഞങ്ങളുടെ കൂടെ ഗ്രാൻഡ് കാനിയനിൽ ഇറങ്ങിയ ഡെറിൻ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഡെറിൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാൻഡ് കാനിയനിലെ ഹൈക്കിങ്? ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഉള്ളൊരു പോക്കായിപ്പോയി. എത്ര മണിക്കൂർ എടുത്ത് കാണും? 6:30ക്ക് നമ്മൾ രാവിലെ 6:30ക്ക് ഇറങ്ങിയതാണ്. തിരിച്ച് കയറുന്നത് രാത്രി 11:30 ആയപ്പോഴാണ് തിരിച്ച് കയറുന്നത്. അപ്പം ഏകദേശം അങ്ങോട്ടൊരു താഴോട്ടൊരു 7 മണിക്കൂർ, ബാക്കി മണിക്കൂർ കൂട്ടിക്കോ. ഇനി എണ്ണാനൊന്നും വയ്യ. എണ്ണാനുള്ള ആസ്തിയൊന്നുമല്ല, അല്ലെങ്കിൽ വയ്യത് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മളെങ്ങനെ എത്തിപ്പെട്ടു എന്ന് എപ്പോഴും അതിശയമാണ്. നമ്മൾ വിചാരിച്ച് പകുതി വഴിക്ക് പെട്ടുപോയെന്ന് വിചാരിച്ചതാണ്. അവിടെ ആദ്യത്തെ ഒരു 6 മണിക്കൂർ താഴോട്ട് പോകുമ്പോൾ വെള്ളം പോലും ഇല്ല കുടിക്കാനായിട്ട്. ഇല്ല, അവിടെ ഒരു വാട്ടർ പോയിൻ്റ് പോലും എങ്ങും വെച്ചിട്ടില്ല. 6 മണിക്കൂർ താഴോട്ട് നമ്മൾ ഫുള്ള് വെള്ളം കൊണ്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് ഏഞ്ചൽ ട്രയൽസ് വഴി നമ്മൾ കയറി വന്ന് ഇപ്പോഴും ശരീരത്തിനൊന്നും ബലമൊന്നുമില്ല. അവിടെയൊക്കെ വേദന എടുക്കുക. സാധാരണ അവർ പറയാറുള്ളത് ഒറ്റ ദിവസം ഈ സംഭവം ചെയ്യരുതെന്നുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ ഹൈക്ക് ചെയ്യാനായിട്ട് പോകരുത്. കാരണം മിനിമം 2 ദിവസം എടുത്തേ ഹൈക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് സത്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടത് മനസ്സിലാക്കിയാണ്. 2 ദിവസമൊന്നും അല്ല, ഒരു ദിവസം കൊണ്ടൊന്നും കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾക്കാർ. നമ്മളിത് പരിപാടി ചെയ്തിട്ടില്ലല്ലോ നേരത്തെ. ആവേശത്തിനങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിൻ്റെ ധൈര്യവും മോട്ടിവേഷനും കാരണമാണ് നമ്മൾ മേളിൽ വന്നത്. എന്തായാലും മേളിൽ വന്നേ പറ്റുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താഴോട്ട് ഇറങ്ങുന്നത് നിങ്ങൾ ഓപ്ഷണലാണ്, മേളിലോട്ട് കയറുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ക്ലൈംബിങ് അപ്പ് ഈസ് മാൻഡേറ്ററി, ക്ലൈംബിങ് ഡൗൺ ഈസ് ഓപ്ഷണൽ എന്നാണ്. മേളിലോട്ട് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന താഴെ ചെന്ന് കഴിഞ്ഞ് മേപ്പോട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യൻ പറഞ്ഞ്, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല സാറേ, ഞാനിവിടെ അടിയറവ് പറയുകയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അവനിപ്പം 911 വിളിച്ചേ പറ്റുള്ളൂ, ഹെലികോപ്റ്റർ വിളിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഹെലികോപ്റ്ററിനൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഒന്നീ നിങ്ങൾ അറ്റാക്ക് വന്ന് ചാവാൻ കിടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൈയും കാലും ഒടിഞ്ഞ് കിടക്കണം, അങ്ങനെ ഹെലികോപ്റ്റർ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ എത്ര നേരം ഇരുന്നും നടന്നും ബ്രേക്ക് എടുത്ത് ഓരോ വളവിൽ ചെല്ലുമ്പോഴും ബ്രേക്ക് എടുക്കും, ഓരോ ക്ലൈംബ് ചെയ്യുമ്പോഴും ബ്രേക്ക് എടുത്താണ് വന്നത്. ഞാൻ വിചാരിച്ചു നമ്മൾ ഛർദ്ദിച്ച് ഊപ്പാട് വരും, പദം വരും എന്ന് വിചാരിച്ചു. ഹൈഡ്രേറ്റ് ചെയ്യുക, ഞങ്ങൾ എത്ര ലിറ്റർ വെള്ളം കുടിച്ചെന്ന് തന്നെ അറിയത്തില്ല. തിരിച്ച് കയറി വന്നപ്പം ബ്രൈറ്റ് ഏഞ്ചൽ
ട്രയൽസ് വഴി വരുമ്പോൾ കുറേ സ്ഥലത്ത് വെള്ളത്തിൻ്റെ സ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്തതാണ്. അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയത്ര ഒരു 10 ബോട്ടിൽ വെച്ച് ഓരോരുത്തർ ഓരോ ബാഗിനകത്തുണ്ടായിരുന്നു 10 ബോട്ടിൽ. അപ്പോൾ അത്രയും ബോട്ടിലിൻ്റെ വെയിറ്റ്, പിന്നെ രാവിലെ കൊണ്ടുപോയ ജാക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ സ്നാക്സ്, കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളും. എന്നിട്ട് പകുതി വഴിക്ക് ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ കളഞ്ഞു, കാരണം വെയിറ്റ് കൂടുതലായതുകൊണ്ട്. വെള്ളം മാത്രം കുടിച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള IV ഹൈഡ്രേഷൻ സാധനങ്ങളെ ഈ ഫ്ലൂയിഡ് കുടിക്കുന്നത്. പിന്നെ വഴിക്ക് വെച്ചിട്ടൊക്കെ ആരൊക്കെയോ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ടാബ്ലറ്റ് പോലത്തെ സാധനമുണ്ട്, നമ്മളുടെ ഇലക്ട്രോലൈറ്റ് ടാബ്ലറ്റ്സ്, അത് തന്നു പല ആൾക്കാരും. അതൊക്കെ ഭയങ്കര ഈ അമേരിക്കക്കാരുടെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈക്കിങ്ങിന് പോകുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ്. അവർ ഓരോരുത്തർ ഇറങ്ങുമ്പോഴും ചോദിക്കുക അറിയോ ഓക്കെ. പിന്നെ നമുക്ക് തരുന്ന മോട്ടിവേഷൻ ഈ കയറി പോകുന്നതാണ്. 80-85 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ പയറ് പല കയറി പോകുന്നത്. ഞാനത് അന്തം വിട്ടു. ഞാൻ ചോദിച്ചു എൻ്റെ ദൈവമേ എങ്ങനെ ഇതൊക്കെ സാധിക്കും എന്നുള്ളത് ആലോചിക്കുന്നത് അല്ലേ. ഒരു രക്ഷയില്ല, എങ്ങനെ കയറി പോകുന്നത്. പിന്നെ വഴിക്ക് വെച്ച് കാണുമ്പോൾ ഒരു അമ്മച്ചി ഛർദ്ദിച്ച് വാള് വെച്ച് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവർ മേക്ക് ചെയ്തു. അവർ ഞങ്ങളെക്കാളും മുമ്പേ മേക്ക് ചെയ്തു. അവർ എങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു അവരൊന്നും കയറി പോകത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവരൊക്കെ കയറി പോയി. കയറി പോകുന്ന ഓരോരുത്തരും നമ്മളോട് പറയും യു വിൽ മേക്ക് ഇറ്റ്. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, യു ഹാവ് ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമുക്കൊരു മോട്ടിവേഷനാണ് എല്ലാവരും തരുന്നത്. ഭയങ്കര സംഭവം കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. നജീമിനോട് പിന്നെ പൃഥ്വിരാജ് ചോദിച്ചതുപോലെയാണ്, നിങ്ങൾക്ക് ഇനി ആ സ്ഥലത്ത് പോയി കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം ഒന്നും കൂടെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പോകണ്ടെന്ന് അത്രേ പറയത്തുള്ളൂ. സ്റ്റാമിന ഇല്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് പോകരുത്. വന്നു കഴിഞ്ഞിട്ട് ടൈപ്പ് പ്രൂഫിനൊക്കെ അടിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. ഇപ്പോഴും നേരെ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ശേഷി പോലും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗ്രാൻഡ് കാനിയനിൽ ഇറങ്ങുന്ന ആൾക്കാർ താഴെ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെ പോയി കിടക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അവിടുത്തെ റേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും പറ്റത്തില്ല, മേപ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങൾ തരും, ഫുഡും തരും, വെള്ളവും തരും. അവിടെ കിടന്നോണം. എന്നായാലും വേറെ ആരും വന്ന് നമ്മളെ കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ട് വരുമെന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ തന്നെ കയറിയെങ്കിലേ പറ്റുള്ളൂ, നമ്മളെ തന്നെ നോക്കിയെങ്കിലേ പറ്റുള്ളൂ. നിങ്ങളിനി എത്ര 10 ദിവസം എടുത്താലും 20 ദിവസം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മേളിൽ ചവിട്ടി കയറിയെങ്കിലേ പറ്റുള്ളൂ. വല്ലാത്തൊരു എക്സ്പീരിയൻസ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. എന്നാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ, ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ, അത് കണ്ട് ആസ്വദിച്ച്. ഇതാദ്യത്തെ നമ്മുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത എൻഡിൽ പറയാനുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമ്മളൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നില്ല ഞാനിങ്ങനെയൊക്കെ ക്ലൈംബ് ചെയ്യുമെന്നുള്ളതിനെ പറ്റി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളീ സാധാരണ കാണുന്ന മൗണ്ടൻ പോലെ അല്ലത്, സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അറ്റ് ദ എൻഡിൽ നിങ്ങൾ മരണം പ്രതീക്ഷിച്ച് തന്നെ പോകേണ്ടി വരും എന്നുള്ളത്. കാരണം വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് കയറിയില്ലെങ്കിൽ അടുത്ത ദിവസം കയറിയില്ലെങ്കിൽ 10 ദിവസമാണ് നിങ്ങൾ കയറിയേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് ഇരുന്നാണെങ്കിലും നിന്നാണെങ്കിലും കയറണം. അപ്പം അങ്ങനെ അവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈഡിൽ ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല കൊക്കയാണ്. അവിടെ നിന്നൊക്കെ കാലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ അങ്ങ് പോകും. പക്ഷെ എന്നാലും കുറച്ച് അത്യാവശ്യം നടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഇന്നലെ 40 ഡിഗ്രി എങ്ങാണ്ടുണ്ടായിരുന്നു നമ്മൾ താഴെ ചെന്ന സമയത്ത്. പക്ഷെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 6:30 ഇറങ്ങിയതാണ്. പക്ഷേ നമ്മളാ ശരിക്കും അത് അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സൂപ്പറാണ്. ലൈഫ് എന്താ വൺസ് ഇൻ എ ലൈഫ് ടൈം. ഞങ്ങളുടെ കൂടെ ഗ്രാൻഡ് കാനിയനിൽ ഇറങ്ങിയ മനു ആണിത്. മനു എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാൻഡ് കാനിയൻ ഹൈക്ക്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഇറങ്ങാൻ പറ്റുന്ന പ്രതീക്ഷയല്ല. കാരണം അതിൻ്റെ മേളിൽ കുറച്ചുള്ള വാർണിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാതെയാണ് ഇറങ്ങിയത്. എന്തായിരുന്നു വാർണിങ്സ്? വാർണിങ്സ് മരണം വരെ സംഭവിക്കാമെന്നാണ്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇറങ്ങിയിട്ട് കയറാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് വല്ലാണ്ട് ഞങ്ങൾ വലിയ കെയറാക്കി എടുത്തില്ല. പക്ഷെ ഞങ്ങളങ്ങ് ഇറങ്ങി തിരിച്ചൊരു കണക്കിന് എത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല തിരിച്ച് കയറാൻ പറ്റുമെന്ന്. അവിടെ വെച്ച് മരണം ഭയം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, കൊണ്ടുപോയ സ്നാക്സിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾക്ക് സോഡിയം കുറഞ്ഞു തുടങ്ങി. ഞങ്ങൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പല ഹൈക്കേഴ്സും പല മെഡിസിൻസും പലതും തന്ന് ഞങ്ങൾ ഒരു കണക്കിന് തള്ളി കയറി മേളിലെത്തി. ഞങ്ങൾക്ക് എനിക്കിതിപ്പോൾ ഓർക്കാൻ പോലും പറ്റുന്നില്ല അത് എങ്ങനെയാണ് തിരിച്ചെത്തിയെന്ന്. കാര്യം 2ാം ജന്മം കിട്ടിയ പോലെയാണ്.
അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ചാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാലും അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ അത്രയും വൈബുള്ളവർ മാത്രം, കഴിവുള്ളവർ മാത്രം ഇറങ്ങുക. എല്ലാ സേഫ്റ്റിയും എല്ലാം എടുക്കുക, പോകുക. തിരിച്ച് നമ്മൾ ചിന്തിക്കും ഹെലികോപ്റ്റർ ഉണ്ടാവും അല്ലെങ്കിൽ കുതിര ഉണ്ടാവും എല്ലാം നമ്മളെ കൊണ്ടുവരും. പക്ഷെ ഒരാളും കൊണ്ടുവരില്ല. നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് കയറിയാൽ നമ്മൾ കയറും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഗ്രാൻഡ് കാനിയന്റെ അഗാധതയിലുള്ള കൊളറാഡോ നദിയിൽ നിന്നും നീണ്ട 12 മണിക്കൂർ പാറക്കെട്ടുകൾ കയറി പാതിരാത്രിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അതെ, ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റം കൂടി നിവർത്തിച്ചു. നമ്മൾ ഒരിക്കൽ മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ. അതിനാൽ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല, ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന വിജ്ഞാനപ്രദമായ മറ്റനേകം വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. വിശന്ന് വലിയ ജിജോ തൈര് കഴിക്കുന്നു ഗ്രാൻഡ് കാനിയനിൽ. എൻ്റെ പൊന്നു ജിജോ തിരിച്ചു വരുമ്പോൾ നീ ഞങ്ങളോട് ചോദിച്ചു ഞാൻ തരത്തില്ല. സത്യം.